അനുമോളുടെ PR-ഉം അതിനായി ചിലവാക്കിയ ലക്ഷങ്ങളുമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹൗസിന് അകത്തും പുറത്തും ചർച്ചാ വിഷയം. 16 ലക്ഷം രൂപയ്ക്ക് PR പറഞ്ഞ് ഉറപ്പിച്ചാണ് അനു ബിഗ് ബോസിലേക്ക് കയറി വന്നത് എന്നാണ് ബിന്നി സെബാസ്റ്റ്യൻ പറഞ്ഞത്. അതിന്റെ ഭാഗമായി 50,000 അഡ്വാൻസായി നൽകിയെന്നും താൻ അറിഞ്ഞതായാണ് ബിന്നി വെളിപ്പെടുത്തിയത്. ബിന്നിയുടെ വെളിപ്പെടുത്തലിന് ശേഷം മത്സരാർത്ഥികളുടെ എല്ലാം PR ഹൗസിൽ വളരെ വലിയ വിഷയമായി മാറി തുടങ്ങി. തന്റെ മാതാപിതാക്കളും PR-ന് വേണ്ടി വലിയൊരു തുക ചെലവാക്കിയിരുന്നതായി ശൈത്യയും റീ എൻട്രി നടത്തിയപ്പോൾ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ PR ഉണ്ടെന്ന് അനു ഇതുവരെയും സമ്മതിച്ചിട്ടില്ല. ഇപ്പോഴിതാ അനുവിന്റെ PR-നെ കുറിച്ച് തനിക്കറിയാവുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് ആദില. അനുവിന് ലക്ഷങ്ങളുടെ PR ഉണ്ടെന്നതിന് പുതിയ തെളിവുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ആദില. ശൈത്യവുമായി സംസാരിക്കുന്നതിനിടയിലാണ് തനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ കൂടി ആദില പുറത്തുവിട്ടത്. PR-കാർക്കാണോ ശക്തി അതോ കോടിക്കണക്കിന് ജനങ്ങൾക്കാണോ ശക്തിയെന്ന് ഇത്തവണ ഗ്രാൻഡ് ഫിനാലെ കഴിയുമ്പോൾ അറിയാൻ പറ്റും. അതിനാണ് ഞാൻ കാത്തിരിക്കുന്നത്. അനു പൈസ കൊടുത്തു വാങ്ങിയ PR-ന്റെ ശക്തിയാണോ വലുതെന്ന് നമുക്ക് നോക്കാം. ഇന്നലെ നിന്റെ സ്റ്റോറി തിരിച്ചു പറയുന്നത് കേട്ടപ്പോൾ ഞാൻ വാ പൊളിച്ചിരിക്കുകയായിരുന്നു. ഉറക്കത്തിലായതുകൊണ്ടാണ്, അല്ലെങ്കിൽ നല്ല തെറി ഞാൻ പറഞ്ഞേനെ. അനുമോൾ എനിക്കൊരു എവിക്ഷൻ സമയത്ത് നമ്പർ എഴുതി തന്നു. ഇവിടെ അക്ബറിനെ വെളുപ്പിക്കുകയാണ്. അതിനെതിരെ പ്രവർത്തിക്കാൻ പറയാൻ പറഞ്ഞു. ഡ്രസ്സിംഗ് റൂമിൽ നിന്നാണ് എഴുതി തന്നത്. ഞാൻ എവിക്ഷനിൽ പുറത്താകുമെന്ന് കരുതിയാണ് എഴുതി തന്നത്. മാത്രമല്ല നൂറയ്ക്കും PR കൊടുത്തോളൂ, വോട്ട് വേണം, 50,000 രൂപ കൊടുത്താൽ മതിയെന്നും പറഞ്ഞു. ഞാൻ അവളെ വിടുവാണ്, എനിക്ക് പറ്റുന്നില്ല. കട്ടപ്പ പാർട്ട് 2ഓ 3ഓ ആയി ആളുകൾ ചിത്രീകരിച്ചാലും കുഴപ്പമില്ലെന്നാണ് ശൈത്യയോട് ആദില പറഞ്ഞത്. അക്ബറിനെതിരെ പ്രവർത്തിക്കാൻ അനു PR-ന് കൊടുത്ത നിർദ്ദേശത്തെക്കുറിച്ച് ആദില അപ്പാനി ശരത്തിനോടും അക്ബറിനോടും തുറന്നു പറഞ്ഞു. എന്താണെങ്കിലും വരാനുള്ളത് വഴിയിൽ തങ്ങില്ല, അതുകൊണ്ട് പറയാനുള്ളത് പറഞ്ഞ് തീർത്തിട്ട് പോകാനാണ് ഇരുവരും ആദിലയോട് പറഞ്ഞത്. റീ എൻട്രി നടത്തിയ മത്സരാർത്ഥികളിൽ അനുവിന്റെ പക്ഷത്ത് നിൽക്കുന്നവർ വളരെ ചുരുക്കമാണ്. അതിൽ ഒരാൾ ജിഷിൻ മോഹനാണ്. അയാളുടെ പേയ്മെന്റ് എത്രയാണെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അത് മാത്രമാണ് ഞാൻ ഇവരോട് പറഞ്ഞത്. അല്ലാതെ PR ഇത്ര രൂപയ്ക്ക് കൊടുത്തുവെന്നല്ല ഞാൻ പറഞ്ഞത്. അവർ പറയുന്നതെല്ലാം സഹിക്കണോ ഞാൻ? അങ്ങനെയുള്ള സുഹൃത്തുക്കൾ എനിക്ക് വേണ്ട എന്നാണ് ആദിലയെയും ശൈത്യയെയും കുറിച്ച് അനു ജിഷിനോട് പറഞ്ഞത്. ഹൗസിൽ തുടരാൻ അർഹനായിട്ടുള്ള മത്സരാർത്ഥിയായിരുന്നു ജിഷിനും. PR ഗെയിമാണ് ജിഷിൻ പുറത്താക്കാനും കാരണമായത്. 7 പേരാണ് ഗ്രാൻഡ് ഫിനാലെ വീക്കിലേക്ക് കടന്നിരിക്കുന്നത്. അനുമോൾ, അക്ബർ, നെവിൻ, അനീഷ്, ഷാനവാസ്, ആദില, നൂറ എന്നിവരാണ് അവർ. ഈ വരുന്ന ഞായറാഴ്ചയാണ് ഗ്രാൻഡ് ഫിനാലെ നടക്കുക. ഇതുവരെ ഹൗസിൽ നിന്നും പുറത്തായ മത്സരാർത്ഥികളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലായി ഹൗസിലേക്ക് തിരികെ എത്തി. ആരാകും കപ്പ് ഉയർത്തുന്നത് എന്ന് കാണാൻ കാത്തിരിക്കുകയാണ് BB പ്രേക്ഷകർ.